ന ന ന കൃതണരകാം കൃതണരകാം കൃതണര കൃതണരകാം കൃതണരകാം കൃതണര കൃതണരകാം 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 ന ന ന. നമസ്കാരം. വായ്ത്താരിയുടെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് കീരിക്കാട് പുരുഷോത്തമ പണിക്കർ. അദ്ദേഹം നിരവധി കാലം കഥകളി അരങ്ങിൽ വളരെ വിദഗ്ധമായി തെക്കൻ ശൈലിയിലുള്ള മേളങ്ങളെ കൈകാര്യം ചെയ്തിരുന്ന ഒരു കലാകാരനാണ്. അടുത്ത കാലത്തായി ഏകദേശം ഒരു 15 വർഷത്തോളമായി അദ്ദേഹം കഥകളി അരങ്ങിൽ പ്രവർത്തിക്കാറില്ല. അതിനൊരു കാരണം അദ്ദേഹത്തിൻ്റെ ചുമതലയുള്ള ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ധാരാളം അടിയന്തര കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട്. പറയെടുപ്പ് തുടങ്ങിയിട്ടുള്ള ദീർഘകാല സമയങ്ങൾ വേണ്ടി വരുന്ന അല്ലെങ്കിൽ 1-2 മാസം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളുള്ളൊരു ക്ഷേത്രത്തിൻ്റെ അടിയന്തര ചുമതലക്കാരൻ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് കഥകളി മേഖലയിൽ അത്ര പങ്കെടുക്കാൻ സാധിക്കാറില്ല. തെക്കഞ്ചിട്ട കൃത്യമായി കൈകാര്യം ചെയ്തിരുന്ന വ്യക്തിയാണ് ഈ കീരിക്കാട് പുരുഷോത്തമ പണിക്കർ. ഞാൻ അദ്ദേഹത്തെ വളരെ കാലം മുൻപാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഒരു പക്ഷേ ഒരു 25 വർഷത്തിലധികമായി ഞാൻ കണ്ടിട്ടില്ല. യാദൃശ്ചികമായി മാങ്കുളം കൃഷ്ണ നമ്പൂതിരിയുമായുള്ള സംസാരത്തിനിടയിൽ വാരണാസി മാധവ നമ്പൂതിരിയുടെ കീഴിൽ മാങ്കുളം കൃഷ്ണ നമ്പൂതിരിയും ഈ കീരിക്കാട് പുരുഷോത്തമ പണിക്കരും കൂടിയാണ് ചേർന്ന് ഒപ്പം പഠിക്കുകയുണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ കലാകാരന്മാരാണ്, സഹപ്രവർത്തകരാണ് എന്ന് മാങ്കുളം പറഞ്ഞതനുസരിച്ചാണ് ഇദ്ദേഹത്തിന് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. എങ്ങനെയും അത് എൻ്റെ ഭാഗ്യം എന്നതിലേക്ക് തന്നെ ഞാൻ അന്നേ ദിവസം തന്നെ ഇദ്ദേഹത്തെ പോയി കണ്ടു. വളരെ അന്ന് ഏതോ യാത്രയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കുറച്ച് തിരക്ക് പിടിച്ച ദിവസങ്ങളായിരുന്നു ശരിക്കും പറഞ്ഞാൽ. എങ്ങനെയും അതൊക്കെ എനിക്ക് സന്തോഷം നൽകിയത് ഇദ്ദേഹത്തുമായി സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടിയതിലാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മകൻ പട്ടാളക്കാരനാണ്, ഒരു മകൻ ക്ഷേത്ര അടിയന്തരത്തിൽ ഇദ്ദേഹത്തെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ജീവത എന്ന ക്ഷേത്ര അനുഷ്ഠാനവും ആചാരവുമായി ബന്ധപ്പെട്ട കലയിലെ വാദ്യത്തിൻ്റെ വളരെ വിദഗ്ധനായി കൈകാര്യം ചെയ്യുന്ന അദ്ദേഹമാണ് ഈ പുരുഷോത്തമ പണിക്കർ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വലിയ വട്ടത്തിലുള്ള പറ എന്ന് നമ്മൾ പറയുന്ന ചെണ്ട ഒക്കെ അഴിച്ചു വെച്ച് വളരെ അടുത്ത സീസണിൽ വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെയും അദ്ദേഹമാണ് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്. അദ്ദേഹത്തിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് താമരശ്ശേരി അയ്യപ്പൻ എന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്തു കൂടിയാണ്. കുഞ്ഞുകുളങ്ങര ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റ് കൂടിയാണ് ഈ അയ്യപ്പൻ സാറ്. ഇവർ തമ്മിലുള്ള വളരെ സൗഹാർദ്ദമായ അടുപ്പങ്ങൾ ധാരാളം കാലം നിന്നിരുന്നതുകൊണ്ട് ആ ചോദ്യങ്ങൾക്ക് അതിൻ്റെ ചാരുതയുണ്ട്. എങ്ങനെയും ഇവരുടെ 2 പേരുടെയും ഈ സംസാരം എൻ്റെ ഈ ജീവിതത്തിൻ്റെ അപൂർവമായി കിട്ടിയ ഒരു ഭാഗ്യം എന്ന് തന്നെ ഞാൻ പറയാം. ആ ഭാഗ്യം നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ഇത് എല്ലാവരും കേൾക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നമസ്തേ, വായ്ത്താരിയിലേക്ക് സ്വാഗതം. കഥകളി കലാകാരന്മാരുടെ, പ്രത്യേകിച്ച് ചെണ്ട കലാകാരന്മാരുടെ ജീവിതവും കലയും ഒക്കെ പ്രതിപാദിക്കുന്ന പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ അതിഥി കഥകളിയുടെ തെക്കൻ ചിട്ടയുടെ കഥകളി മേളത്തിൻ്റെ ഒരു ആചാര്യസ്ഥാനത്ത് തന്നെ നിൽക്കാൻ പറ്റുന്ന ഒരാളും ക്ഷേത്രവാദ്യ രംഗത്തെ കുലപതിയുമായ ആദരണീയനായ കീരിക്കാട് പുരുഷോത്തമ പണിക്കരാണ്. അദ്ദേഹവുമായി നമുക്ക് നേരിട്ട് സംവദിക്കാം. നമസ്തേ ആശാനെ. നമസ്തേ. ആശാൻ്റെ പാരമ്പര്യമായിട്ട് അച്ഛനോ അമ്മാവനോ അങ്ങനെ ആരെങ്കിലും ചെണ്ട രംഗത്തുണ്ടായിരുന്നു?
പഠിപ്പിച്ചിട്ടുണ്ടോ? ചെണ്ടരംഗത്ത് അവർ ഉണ്ടായ കലാകാരന്മാരായിരുന്നു. പാരമ്പര്യമായിട്ട് കുടുംബത്തിൽ മുഴുവൻ അച്ഛനും ചിറ്റപ്പനും അമ്മാവനും അവരെല്ലാം പാരമ്പര്യമായ കലാകാരന്മാരായിരുന്നു. അങ്ങനെ അച്ഛൻ അനേകം കുട്ടികളെയൊക്കെ പഠിപ്പിക്കും, അനേകം കുട്ടിയെങ്കിലും എൻ്റെ പ്രായമനുസരിച്ച് എനിക്ക് ഇഷ്ടത്തിന് അച്ഛൻ്റെ അടുത്ത് നിന്ന് പഠിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ വളരെ ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ മരിച്ചു. അച്ഛൻ കുറേ പെൺകുട്ടികളെയൊക്കെ കൂട്ട് പഠിപ്പിച്ചായിരുന്നു. അപ്പോൾ അതിലൊരു പെൺകുട്ടി എന്നെ പഠിപ്പിച്ചു. അതിൻ്റെ പറഞ്ഞല്ലേ നമ്മുടെ കരുനാഗപ്പള്ളി MLA മഹേഷിൻ്റെ അമ്മ കുട്ടി പഠിപ്പിച്ചായിരുന്നു. അത് എൻ്റെ ഗുരുവായിട്ട് സങ്കല്പിച്ച് അച്ഛൻ കൊടുത്ത കൊട്ടുകളെല്ലാം തിരിച്ച് ഇനി തന്നു. അപ്പോഴും എൻ്റെ മനസ്സിനകത്ത് ഒരു നല്ല വടക്കൻ സമ്പ്രദായത്തിൽ കൂടെ കുറിച്ചൊരു മേളം പഠിക്കണമെന്നുള്ളൊരു വലിയ ആഗ്രഹം മനസ്സിലുള്ളതുകൊണ്ട് മാങ്കുളത്ത് സമസ്ത കേരള കഥകളി വിദ്യാലയത്തിൽ വാരണാസി തിരുമേനി കൊട്ട് പഠിപ്പിക്കാൻ വരുന്നു എന്ന് അറിഞ്ഞു. അപ്പോഴെൻ്റെ അച്ഛനാണെങ്കിൽ ഇല്ല. എൻ്റെ ചിറ്റപ്പൻ കഥകളി മതളക്കാരൻ ഗിരിക്കാട് വാസുദേവപ്പണിക്കർ എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയപ്പെടുന്ന ഒരു കഥകളി മതളക്കാരൻ തെക്കക്കൊട്ട. അപ്പോൾ അദ്ദേഹത്തിനെയും കൂട്ടിക്കൊണ്ട് മാങ്കുളത്തിൽ എന്ന് കഴിഞ്ഞപ്പം മാങ്കുളം തിരുമേനിയുണ്ട്. എന്താ വന്നേ? അത് ചേട്ടൻ്റെ മകനാ പിന്നെ പുരുഷോത്തമൻ എന്നാ പേര്. അവൻ വാരണാസി തിരുമേനിയുടെ കൂടെ സ്ഥലം കഥകളി മേളം പഠിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ വന്നിരിക്കുക. അപ്പോൾ തിരുമേനി ഉള്ളപ്പോൾ ഒരു ദിവസം അറിയിക്കാം. തിരുമേനി വന്ന ദിവസം അറിയിച്ചു. അവിടെ ചെന്നു. തിരുമേനി ചിറ്റപ്പന് അറിയുമല്ലോ, എൻ്റെ അച്ഛനെ അറിയും. കുഞ്ഞീഷപ്പണിക്കരുടെ മകനാ. എന്താ ഞാൻ പഠിപ്പിക്കാം. അപ്പം മാങ്കളം കൃഷ്ണൻ നമ്പൂരി ചെണ്ടകൂട്ട് പഠിക്കാൻ തുടങ്ങിയ കൂട്ടത്തിലാണ് ഞാനും അങ്ങോട്ട് ചെന്നു. ഞങ്ങൾ രണ്ടുപേരെയും അങ്ങോട്ട് പഠിപ്പിച്ചു. പിന്നെ മൂന്നാമതൊരാളുണ്ട്. അങ്ങനെ ഞങ്ങൾ 3 പേരെ പഠിപ്പിച്ച് 1965 അവിടെ ചേർന്ന് കൊട്ടിനെ പറ്റി പഠിക്കുന്നത്. അപ്പോൾ കൃഷ്ണൻ നമ്പൂരി ഞാനും അങ്ങനെ ഒന്നിച്ച് പഠിച്ചു. ഞങ്ങൾ ഒന്നിച്ച് ത്രിവിള മേളപ്പദം അരങ്ങേറ്റമൊക്കെ കഴിച്ചു. അലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാളാശാന് ഒരു ചെണ്ട എടുത്ത് കൃഷ്ണൻ നമ്പൂരിക്ക് കൊടുത്തു. വാരണാസി തിരുമേനി ചെണ്ട എടുത്ത് മറ്റേ നാരായണൻകുട്ടിക്ക് കൊടുത്തു. അരിയന്നൂർ മഠം വാരണാസി തിരുമേനിയുടെ ഒരു ഗുരു മാവേലിക്കര അരിയന്നൂർ മഠം നാരായണൻ തിരുമേനി അദ്ദേഹം ചെണ്ട എടുത്ത് എനിക്കും തന്നു. അങ്ങനെ 3 പേരുടെയും ത്രിവിളും മേളപ്പദം ആണ് വൈക്കം സഹോദരന്മാർ ആ പാടി ചൊല്ലിയാട്ടത്തിന് റിഹേഴ്സൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. സമയത്ത് കൃഷ്ണൻകുട്ടി പൊതുവാളാശാൻ അങ്ങോട്ട് വന്ന് ചേങ്കല വാങ്ങിച്ച് അങ്ങോട്ട് പുറപ്പാട് മേളപ്പദം പാടുക. അപ്പോൾ തിരുമേനി പറഞ്ഞു, ആശാനാ വന്നിരിക്കുന്നത്, നിങ്ങൾ ഭയപ്പെടുകയൊന്നും ചെയ്യരുത്. ആശാൻ നിങ്ങൾക്ക് കൊട്ടാൻ ചേങ്കലയിൽ അങ്ങോട്ട് കൊട്ടിത്തന്നെടുപ്പിക്കും, വളരെ ധൈര്യമായിട്ട് നിന്നോണം. ആശാൻ ആ പാടി പൊതുവാളാശാൻ ആ മേളപ്പദമൊക്കെ പാടി ഭംഗിയായിട്ട് കൊട്ടി. കുറേ അനേകം കാലം മാങ്കുളത്തൊക്കെ അങ്ങനെ കൂടി. തിരുമേനിയുടെ ഒപ്പം കഥകളിക്ക് ഞാനൊരു കുറഞ്ഞത് ഒരു 25 വർഷത്തിൽ കുറയാതെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിന് അദ്ദേഹത്തിൻ്റെ കൂടെ നടന്ന് ഒരുപാട് കഥകളി രംഗങ്ങളിലെല്ലാം എനിക്ക് കൊട്ടാൻ കഴിയും. അങ്ങനെയുള്ള സ്ഥലത്തേക്ക് കൃഷ്ണൻകുട്ടി പൊതുവാളാശാന് ചെണ്ട ചില കളി സ്ഥലത്ത് എത്തിച്ചു കൊടുക്കണം, ഞാൻ കൊണ്ടു കൊടുക്കും. കീരിക്കാട് പുരുഷോത്തമപണിക്കർ ആശാനെക്കുറിച്ച് പറയുമ്പോൾ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഓണാട്ടുകരയിൽ അറിയപ്പെടുന്ന പ്രഗത്ഭനായ ചെണ്ട കലാകാരനായിരുന്നു ശ്രീ കുഞ്ഞികൃഷ്ണപ്പണിക്കർ. ശ്രീ കീരിക്കാട് പുരുഷോത്തമപണിക്കർ ആശാൻ ഈ ചെണ്ടയുടെ ആ പ്രാവീണ്യം ലഭിച്ചതിൻ്റെ പിന്നിൽ വളരെ രസകരമായ കൗതുകകരമായ ഒരു കാര്യം കൂടിയുണ്ട്. ആശാൻ്റെ അച്ഛൻ ഈ നാട്ടിൽ അറിയപ്പെടുന്ന കീരിക്കാട് ഓണാട്ടുകര മുഴുവൻ അറിയപ്പെടുന്ന പ്രഗത്ഭനായ ഒരു ചെണ്ട കലാകാരനായിരുന്നു ശ്രീ കുഞ്ഞികൃഷ്ണപ്പണിക്കർ. അദ്ദേഹം വളരെ പുരോഗമനപരമായി ചിന്തിക്കുകയും ഈ ചെണ്ടരംഗത്തെ കുറേ കൂടെ ജനകീയവൽക്കരിക്കുന്നതിനും അദ്ദേഹം വളരെയധികം ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഒട്ടേറെ പെൺകുട്ടികളെ അക്കാലത്ത് ചെണ്ടകൊട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്നായിരുന്നു ഇപ്പോൾ കരുനാഗപ്പള്ളി MLA ആയിരിക്കുന്ന ശ്രീ CR മഹേഷിൻ്റെ അമ്മ മണിയമ്മ. ശ്രീമതി മണിയമ്മയെ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ മണിയമ്മയ്ക്ക് ഇതുമായി ഉപജീവനം കഴിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ മകനെ കുഞ്ഞികൃഷ്ണപ്പണിക്കരുടെ മകനെ ശ്രീ പുരുഷോത്തമപണിക്കർക്ക് കുഞ്ഞികൃഷ്ണപ്പണിക്കർക്കുള്ള ഒരു ഗുരുദക്ഷിണയായി ആ കല അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ഗുരു കൂടിയാണ് ശ്രീമതി മണിയമ്മ. അങ്ങനെ ഒരു ഗുരുശിഷ്യ ബന്ധം കൂടി അവർ തമ്മിലുണ്ട്. അവർ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആശാനെ സംബന്ധിച്ചിടത്തോളം അച്ഛനിൽ നിന്ന് പകർന്നു കിട്ടിയതുപോലെ തന്നെ അച്ഛൻ്റെ ശിഷ്യയ്ക്ക് കിട്ടിയ ആ വരദാനം അതേപോലെ തിരിച്ചു കിട്ടിയ ഒരു കൗതുകപരമായൊരു കാര്യം കൂടിയുണ്ട്. അതേപോലെ ആശാൻ ഈ കഥകളി ചെണ്ട പഠിക്കുന്നതിന് മുമ്പ് തന്നെ ക്ഷേത്രങ്ങളിലും മറ്റും അച്ഛനോടൊപ്പം പോയി ചെണ്ട കൊട്ടാറില്ലായിരുന്നു.
അത് എവിടെയായിരുന്നു, എങ്ങനെ, ഏത് പ്രായത്തിലായിരുന്നു അത്? പക്ഷേ അതൊരു ഈ പറഞ്ഞ പോലെ ഈ 12 വയസ്സ് മുതലൊക്കെ എനിക്കൊരു ഓർമ്മ വന്നപ്പോഴേ പുല്ലുളങ്ങര അമ്പലത്തിൽ അയ്യപ്പൻ്റെ ഉത്സവം നടക്കുമ്പം എല്ലാത്തിനും കൂടും പറ. നമ്മുടെ അത് എഴുന്നള്ളിച്ച് കഴിഞ്ഞാൽ പറയുടെ കൂടെയൊക്കെ ഇലത്താളം പിടിക്കാൻ നമ്മുടെ തകില് പറയ്ക്ക് ആദ്യമേ ഞാൻ തകില് കൂട്ടുക, അങ്ങനെ പറയുടെ കൂടെ തകില് കൂട്ടുക, ഇലത്താളം പിടിക്കും. അങ്ങനെ കുറച്ച് അനവധി കാലം കഴിഞ്ഞിട്ട് അവന് ഈ ചെണ്ടകൊട്ടിലേക്ക് ചെണ്ട തോളിലിട്ട് കൊട്ടാനുള്ള ഒരു ആരോഗ്യമൊക്കെ വരണ്ടേ. അപ്പോൾ ഒരു 10-14 വയസ്സെങ്കിലും ഇങ്ങോട്ടായി കാണും. ആ സമയത്ത് ആ ചെണ്ടകൊട്ടിനെ പറ്റി അങ്ങോട്ട് തുടങ്ങുന്നത്. അപ്പോൾ ചെണ്ടപ്പെട്ടിനെ പറ്റി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അച്ഛനൊരു വലിയ കൂട്ടുകാരനായിരുന്നു. അച്ഛൻ പോയല്ലോ, ഈ കൊട്ടിൻ്റെ അച്ഛൻ്റെ പാരമ്പര്യത്തിൽ കൂടെ ഈ കൊട്ട് നമുക്ക് നിലനിർത്തണം, അതിന് കൊട്ട് വേണം എന്ന് വളരെ ആവേശത്തോടുകൂടി ഇരുന്നപ്പോഴാണ് ഈ അച്ഛൻ്റെ ശിഷ്യത്തി മണിയമ്മ എന്നെ കൊട്ട് പഠിപ്പിക്കുന്നത്. അപ്പോൾ എന്നെ വിളിച്ച് അങ്ങോട്ട് ആ മണിയമ്മയുടെ അച്ഛൻ താമരപ്പണിക്കര ആശാൻ, നമ്മുടെ വിലവളിക്കൊക്കെ കൊട്ടുന്ന ഒരു വലിയ ആശാനുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ അവളൊരു പെൺകുട്ടിയാണ്, നിങ്ങൾക്ക് കൊട്ടൊന്നും വേണ്ടല്ലോ, ആശാനും അങ്ങ് പോയില്ലോ, ആശാൻ പഠിപ്പിച്ച കൊട്ടെ തിരിച്ച് അത് പഠിച്ച് നീ കൊട്ടണം എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നു. ഞാൻ അവിടെ ചെന്നു, എല്ലാം പഠിപ്പിച്ചു. പുല്ലുളങ്ങര ക്ഷേത്രത്തിൽ വന്ന എന്നെ ചെണ്ട എടുത്ത് വന്ന് ആദ്യം മണിയമ്മ കൊട്ടിക്കുന്നത്. അവിടുന്ന് അങ്ങനെ കൊട്ടിലേക്കൊക്കെ ഇങ്ങനെ കടന്നങ്ങനെ കഴിഞ്ഞു. ഒരുപാട് പരിപാടികളെല്ലാം അങ്ങനെ. അച്ഛൻ പിന്നെ ഇല്ലല്ലോ, അച്ഛനായിരുന്നു പോയി. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരുപാട് നാട്ടിൽ ക്ഷേത്രത്തിലെ കാര്യം നമ്മുടെ അടുത്ത്. അപ്പോൾ അച്ഛനോടൊപ്പം തന്നെ ഈ പറയ്ക്കും ഉത്സവത്തിനും ഒക്കെ കൊട്ടുമ്പോൾ ഈ കഥകളി ചെണ്ടയിലേക്ക് തിരിയണം, അല്ലെ കഥകളി ചെണ്ട പഠിക്കണം എന്നുള്ള ആഗ്രഹം ആശാനുണ്ടായിരുന്നു? വന്നത് ഞാൻ കഥകളിക്കൊട്ടിന് കുറച്ചു കാലം മത്തളം കൊട്ടാൻ പഠിച്ചു. ഈ വാസ്യപ്പണിക്കര് ചിറ്റപ്പൻ എന്ന് പറഞ്ഞ ആളിൻ്റെ കൂടെ. അപ്പം ജീവിക്കുന്നതിന് വളരെ കഷ്ടമായ ഒരു കാലം, ഒന്നുമില്ലല്ലോ, വളരെ പട്ടിണിയോടുകൂടി ജീവിക്കുന്ന ഒരു കാലം. അതുകൂടെയാണ് നമ്മളൊരു കഥകളിക്ക് വെളുക്കോളം കൊട്ടേ ചിലപ്പോൾ 10 രൂപ അല്ലെങ്കിൽ ഒരു 15 രൂപ, അങ്ങേപ്പുറത്തൊന്നും കിട്ടാനില്ല. അപ്പം ചിറ്റപ്പനെ എന്നെ ശാലം മത്തളം കൊട്ട് പഠിപ്പിച്ചു. ഈ മത്തളം കൊട്ട് ചിറ്റപ്പൻ്റെ കൂടെ നടന്ന് ഈ തിരുവട്ടാറ്, കുഴിത്തറ, തൊടുവെട്ടി, നെയ്യാറ്റിൻകര, ഈ കുംഭമീന മാസം കാലത്തെ ഇവിടെല്ലാം കഥകളി കൂടുതലുള്ള അമ്പലമാണ്. അപ്പോൾ കാർത്തികപ്പള്ളി കുട്ടപ്പണിക്കരാശാൻ ഒരു കഥകളി യോഗം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കളിയോഗത്തിൽ ചിലപ്പോൾ 2 സെറ്റ് കളി വന്നാൽ 1 സെറ്റ് കളിക്ക് മത്തളത്തിന് ഞാൻ. അപ്പോൾ അവിടെ നിന്ന് ചെണ്ടയ്ക്ക് നമ്മുടെ കണ്ടല്ലൂർ സദാശിവനാശാൻ്റെ കൂടെ ചിറ്റപ്പനായിരിക്കും. അദ്ദേഹത്തിൻ്റെ അനിയൻ കണ്ടല്ലൂർ സദാനന്ദനും പറഞ്ഞൊരു ഇടത്തുകൊണ്ടൊക്കെ കൊട്ടുന്നൊരു കഥകളി മേളക്കാൻ, അദ്ദേഹത്തിൻ്റെ കൂടെ ഞാനും മത്തളം. അപ്പോൾ അങ്ങനെ ഈ മത്തളം കൊട്ടി കുറച്ച് കാലം അങ്ങനെ നടന്നപ്പോഴാണ് വാരണാസി തിരുമേനിമാർ അങ്ങനെ വലിയ പേരോടുകൂടി വടക്കം മേളമൊക്കെ അന്ന് നാട്ടിൽ കുറവാണ്. വാരണാസി തിരുമേനിമാരാണ് വടക്കം മേളം തെക്കോട്ട് കഥകളിക്ക് കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ അങ്ങനെ തിരുമേനിമാരുടെ കൊട്ടും മേളപ്പതും ആ ചെണ്ടയുടെ ശബ്ദത്തിലുള്ള കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എൻ്റെ അച്ഛൻ വലിയ ചെണ്ടക്കാരനായിരുന്നു. എനിക്ക് തിരുമേനിയുടെ കൂടെ കൊട്ട് പഠിക്കണം എന്നുള്ളൊരാഗ്രഹം വരുന്നത് ആ കഥകളിക്ക് മത്തളം കൊട്ടി നടക്കുന്ന കാലത്ത് തിരുമേനിയുടെ കൊട്ടിൽ. അത് ഏത് പ്രായത്തിലാണ് പിന്നെ വാരണാസി തിരുമേനിയുടെ ശിഷ്യത്വം സ്വീകരിക്കാനായി? അന്നേരം ഒരു 18 വയസ്സെങ്കിലും ഉണ്ടാവും. അന്നേരം ഒരു 18 വയസ്സെങ്കിലും കാണും മാങ്കുളത്ത് പഠിക്കാനായിട്ട്. എത്ര നാൾ വാരണാസി തിരുമേനിയോടൊപ്പം പഠിച്ചിട്ടുണ്ട്? മാങ്കുളത്തൊരു 3 വർഷമെങ്കിലും പഠിച്ചു. ഈ മാങ്കുളം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ പിന്നെ അതായത് തെക്കിൻ്റെ കലാമണ്ഡലം എന്നറിയപ്പെടുന്ന സമസ്ത കേരള കഥകളി വിദ്യാലയം മാങ്കുളം വിഷ്ണുപുരിയുടെ നടത്തി വന്ന കഥകളി യോഗം ആണ്. അതിൽ ആ തിരുമേനി ചെണ്ട പഠിപ്പിക്കാനായിട്ട് മാങ്കുളം തിരുമേനി അവിടെ വരുത്തി. അപ്പം ഈ അദ്ദേഹത്തിൻ്റെ മകൻ അറിയപ്പെടുന്ന ഇപ്പോഴത്തെ ഒരു ചെണ്ട കലാകാരനായ ശ്രീ മാങ്കുളം കൃഷ്ണൻ നമ്പൂരിയോടൊപ്പമായിരുന്നു ഒന്നിച്ച് പഠിക്കുകയായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് കൃഷ്ണൻ നമ്പൂരി ആദ്യം തുടങ്ങി. കൃഷ്ണൻ നമ്പൂരി തുടങ്ങി പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനും കൂടെ പഠിക്കണമെന്ന് പറഞ്ഞ് അവിടെ ആവശ്യപ്പെട്ടിരുന്നു. അതിനുശേഷം നമ്മുടെ നാരായണൻ കൊച്ചുവെളുത്താടത്ത് ഇപ്പം ഈ കേബിളിൻ്റെയൊക്കെ പിരിവ്, അയാളും കൂടെ വന്ന് പഠിക്കാൻ കയറി. അയാൾ പഠിപ്പിക്കാൻ കയറി. അതിൻ്റെ ഒപ്പത്തിൽ തന്നെ നമ്മുടെ നേര് പഠിച്ചിട്ട് SS നായർ സാറും കൊട്ട് പഠിക്കാനായിട്ട് വന്നു. അപ്പോൾ അങ്ങനെ വന്നെങ്കിലും കുറച്ച് നാൾ കഴിഞ്ഞപ്പം സാറങ്ങ് നിർത്തി. പിന്നെ ഞങ്ങൾ 3 പേരൂടെ പഠിച്ചു. 3 പേരെയും കൂടെ ഒന്നിച്ച് തിരുവള്ള മേളപ്പദം അരങ്ങേറ്റം കഴിക്കണം. അരങ്ങേറ്റം എവിടെയായിരുന്നു? മാങ്കുളത്ത് തന്നെ സംസ്ഥ വിദ്യാലയത്തിൽ തന്നെ മാസത്തിൽ ക്ലബ്ബ് കളിയുണ്ട്. എല്ലാ മാസവും ശനിയാഴ്ച ആദ്യത്തെ ക്ലബ്ബ് കളിക്ക് ഒരു ക്ലബ്ബ് കളിക്ക് ഞങ്ങൾ അരങ്ങേറ്റം തീരുമാനിച്ചു. അങ്ങനെ ക്ലബ്ബ് കളിക്കുക, കഥകളി വേഷം പഠിപ്പിക്കുന്ന കുട്ടികളുടെയൊക്കെ അരങ്ങേറ്റം കഴിക്കുന്ന ഈ ക്ലബ്ബ് കളിക്കാം. അപ്പോൾ അങ്ങനെ ക്ലബ്ബ് കളിക്ക് അരങ്ങേറ്റം കഴിച്ചു. ഞങ്ങൾ 3 പേരും കൂടെ കൂട്ടി മേളപ്പദത്തിൽ 4 എണ്ണം, നവവായുടെ എണ്ണം, പിന്നെ ജലമല വിലോത്മാവതി, ഇതൊക്കെ 3-4 എണ്ണങ്ങൾ ഇതിനെ അവസാനം അറിയാതൊക്കെ അതൊക്കെ അങ്ങോട്ട് 15 കാലത്തിലൊക്കെ കൊട്ടാനുമൊക്കെ നല്ല രീതിയിൽ പഠിപ്പിച്ചു. ഞങ്ങൾ നല്ല രീതിയിൽ കൊട്ടി.
ഞങ്ങൾ ഒന്നിച്ച് വളരെയധികം കാലം കൃഷ്ണൻ നമ്പൂരി ഞാനും കൂടെ ഒക്കെ ഈ കഥകളി പിന്നെ സമസ്ത കേരള കഥകളി വിദ്യാലയത്തിലെ കഥകളിയുമായിട്ട് ഒട്ടേറെ നമ്മുടെ നാട്ടിലെല്ലാം സഞ്ചരിച്ചിട്ടുണ്ട് തിരുമേനി. അപ്പം തിരുമേനിക്കൊപ്പം അല്ലെങ്കിൽ കൃഷ്ണൻ നമ്പൂതിരിക്കൊപ്പം ചെണ്ട രംഗത്ത് ആശാനും ഉണ്ടായിരുന്നു. രണ്ടാമത് ഒരു സഹായിയായിട്ട് ഇപ്പം മെയിൻ ഇപ്പം രണ്ട് ചെണ്ട എന്ന് പറയുമ്പം ഈ ഒരു കഥകളി മേളം എന്ന് പറയുമ്പോൾ മാറ്റക്കാരൻ എന്നൊരു ഇത്. രണ്ടാമത് ഇപ്പോൾ ഒരു നളയിരുതോ ഒന്നാം ദിവസമോ രണ്ടാം ദിവസമോ അതിന് വിലവിലോനെ പതിഞ്ഞ കാലം കഴിഞ്ഞാൽ വളരെ കലിദ്ധാവരന്മാരുടെ കൊട്ടിനങ്ങോട്ട് വരുമ്പോൾ രണ്ടാമത് നിൽക്കുന്ന ആളായിരിക്കും കൂട്ടി. ഏത് രീതിക്കും മെയിൻ ആളാണ്. ആദ്യത്തെ വേഷങ്ങൾക്ക് കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ സഹായിയായിട്ട് ഇപ്പുറത്ത് നിൽക്കുക. അങ്ങനെ കുറേ കാലങ്ങൾ തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മാങ്കുളം തിരുമേനിയുടെ ചുമതലയിൽ കഥകളി 10 ദിവസം, തുലാമാസത്തിലെ ഉത്സവം 10 ദിവസം, മീനമാസത്തിലെ ഉത്സവം 10. ഈ 10 ദിവസവും ഞാൻ കൃത്യമായിട്ട് അവിടെ ഉണ്ട്. എൻ്റെ കൂടെ മദ്ദളത്തിന് ഏവൂർ കുട്ടപ്പൻ നായർ ആശാൻ, നമ്മുടെ മധുവിൻ്റെ അച്ഛൻ, അദ്ദേഹം ആ മദ്ദളം, ഞാൻ ചെണ്ട, കൃഷ്ണൻ നമ്പൂരി കാണും. പിന്നെ ഓരോ ദിവസവും ഓരോരുത്തരും മാറി മാറി വലിയ ആളുകൾ. ഇന്ന് ചിലപ്പം പുതുവളാശാനായിരിക്കും, നാളെ കേശവനാശാനായിരിക്കും, മറ്റന്നാൾ വാരണാസി തിരുമേനി ആയിരിക്കും, അടുത്ത ദിവസം ആയാങ്കുടി കുട്ടന്മാരായ രാജാനായിരിക്കും, അടുത്ത ദിവസം സദനം അപ്പോൾ അക്കാലത്തെ ഒരു 70-80കളിലെ അല്ലെ 60-70-80കളിലെ അറിയപ്പെടുന്ന കഥകളി ചെണ്ട കലാകാരന്മാർക്കൊപ്പം ആശാൻ എല്ലാവരോടൊപ്പം വേദി പങ്കിട്ടിട്ടുണ്ട് ഇല്ലേ? എഴുന്നള്ളത്തിൽ. അതായത് പിന്നെ ആയാങ്കുടി ആശാൻ തൊട്ട് അതുപോലെ തന്നെ ഏവൂർ കുട്ടപ്പൻ, അങ്ങനെ ഒട്ടേറെ പ്രഗത്ഭന്മാർ അക്കാലത്തുണ്ടായിരുന്നല്ലോ. അവരോടൊപ്പം അതെ പിന്നെ പൊതുവാളാശാനൊക്കെ ഒപ്പം അവരോടൊക്കെ ഒപ്പം വേദി പങ്കിട്ടിട്ടുണ്ടല്ലോ ആശാൻ. ഉണ്ട്. അവരുടെ കൂടെ ഒപ്പം എനിക്ക് രണ്ടാം തരമായിട്ട് കൊട്ടാൻ സാധിച്ചിട്ടുണ്ട്. ചില സ്ഥലത്ത് ഈ വലിയ ആശാന്മാർ വന്നില്ലേ ചിലപ്പോൾ ഒറ്റയ്ക്ക് സാധിക്കേണ്ടതായ സ്ഥലവും വന്നു കൂടിയിട്ടുണ്ട്. നമ്മുടെ കുറുകുറുപ്പശ്ശേരി അമ്പലത്തിൽ മേജർ സെറ്റ് കഥകളി നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം ഞാൻ പഠിച്ച് കുറച്ച് കാലം അങ്ങോട്ട് കഴിഞ്ഞുള്ളൂ. എനിക്ക് ഈ കഥയെപ്പറ്റിയോ കഥാപാത്രത്തെപ്പറ്റിയോ ഒന്നും കൂടുതൽ അങ്ങോട്ട് കൈകാര്യം ചെയ്യാൻ വശമില്ലാത്ത ഒരു കാലമാണ്. അപ്പോൾ അവിടെ ശാകുന്തളം കഥയാണ് വെച്ചിരിക്കുന്നത്. കലാമണ്ഡലം കൃഷ്ണൻ നായർ ആശാൻ്റെ ആ ദുഷ്യന്തൻ. മേളത്തിന് വിളിച്ചിരിക്കുന്നത് കലാമണ്ഡലം കേശവനാശാനും അദ്ദേഹത്തിൻ്റെ കൂടെ മദ്ദളത്തിന് വന്നിരിക്കുന്നത് കലാമണ്ഡലം ചാലക്കുടി നമ്പീശൻ. അന്ന് മദ്ദളം ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നമ്പീശനാശാൻ വലിയ കൂട്ടുകാരനാണ്, കേശവനാശാൻ്റെ മദ്ദളമാണ്. അപ്പം സമയത്ത് കഥകളിക്ക് വിളക്ക് വെക്കാനായപ്പോൾ അവിടെ അറിഞ്ഞു കേശവനാശാന് വരാൻ കുറച്ച് താമസിക്കും. അദ്ദേഹത്തിന് ആലപ്പുഴ കുഞ്ചാക്കോട് സിനിമയിലെ ഒരു ഷൂട്ടിങ്ങിന് സ്ഥലം കൂട്ടണം. അപ്പോൾ എനിക്ക് അങ്ങോട്ട് പരിഭ്രമമായി. എനിക്ക് കേളി കൂട്ട് കഴിഞ്ഞു, എങ്ങനെയെങ്കിലും ഇനി പോന്നാൽ മതി. എനിക്കൊരു കൃഷ്ണനാരായണൻ്റെ ദുഷ്യന്തനൊക്കെ കൂട്ടാൻ നമുക്കായിട്ടില്ലല്ലോ. ആ തകഴിക്കൂട്ടംപിള്ളയാശാന പാട്ട് ഈ കഥ എല്ലാവർക്കും തോന്നത്തില്ല. തകഴിക്കൂട്ടംപിള്ളയാശാന പള്ളം മാധവനാശാന് ഇവരൊക്കെ ഈ ശാകുന്തളം കഥ പാടും. അപ്പം ഞാനിങ്ങനൊക്കെ പറഞ്ഞ് പരിഭ്രമിച്ച് കഴിഞ്ഞപ്പോൾ എന്നെ കൃഷ്ണനാരായണാശാൻ അങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ എവിടുന്നാണ് വന്നിരിക്കുന്നത് നിനക്കറിയാം. ഒരു ചെണ്ടയില്ലെങ്കിൽ കഥകളി നടക്കത്തില്ല. കേശവൻ വരുമ്പോൾ വന്നോട്ട്, നിന്നെ വാരണാസിയല്ലേ പഠിപ്പിച്ചേ, ചുമ്മാ കുട്ടിക്കൂ, ഒരു പ്രശ്നവുമില്ല, ഞാനല്ലയോ പറഞ്ഞു. എനിക്ക് ധൈര്യം തോന്നുന്നു. അവിടുന്ന് കുട്ടമ്പിള്ളയാശാനും ധൈര്യം തോന്നുന്നു, ഞാനല്ലയോ ചേങ്കലി കൊണ്ടിരിക്കുന്നത് പേടി. അപ്പോൾ നമ്പീശനാശാൻ പറഞ്ഞു, ഞാനാണ് നിൻ്റെ കൂടെ പുറപ്പാടും മേള പദം ഉത്തരം കൊണ്ട് മാത്രം കൊണ്ട്. അത് ഒന്ന് കൂടെ വന്നിരിക്കുന്ന മുരളി മരിച്ചു പോയി. അപ്പോൾ എല്ലാവരുടെ ധൈര്യം തോന്നി. ഞാൻ കൂട്ടി രാത്രി 2 മണിയായപ്പോഴത്തേക്ക് കേശവനാശാൻ വള്ളത്തെ വന്നു. നമുക്ക് ജീവൻ നേരെ വീടും. കാരണം ഈ പ്രയാസമാണ് കഥാസാരം. ഒരു കഥകളി ഒരു കഥാപാത്രത്തെ നമ്മൾ കൈകാര്യം ചെയ്യണമെങ്കിൽ അതറിഞ്ഞില്ലെങ്കിൽ അത് അറിഞ്ഞു കൊട്ടേണ്ടത് ചെണ്ടക്കാരൻ്റെ കഴിവാണ്. ചുമ്മാ അതങ്ങ് കഥകളിക്ക് കൂട്ടുമല്ലല്ലോ. ആ കഥാപാത്രത്തെ അറിഞ്ഞു കൊട്ടാനുള്ളൊരു കഴിവ് നമുക്കന്ന് തീരെയില്ല. പിന്നീട് അങ്ങോട്ട് കുറച്ച് ആയപ്പോഴത്തേക്ക് കുറേ ധൈര്യമൊക്കെ ആയി. ഒറ്റയ്ക്ക് കുറേ എല്ലാം അങ്ങോട്ട് കൂട്ടി. കൊല്ലത്ത് 41-ന് ശ്രീഭൂനാഥ നട നമ്മുടെ ചാത്തന്നൂർ നാരായണൻകുട്ടി ഇവിടെ കഥകളി പഠിച്ചില്ലു. അയാളുടെ അമ്പലത്തിലൊരു കഥകളി ഇതുപോലെ സുഭദ്രാകരണവും ദുര്യോധനവധവും അപ്പോൾ ഈ തിരുമേനിക്കൊപ്പം, അതായത് സമസ്ത കേരള കഥകളി വിദ്യാലയത്തിനൊപ്പം യാത്ര ചെയ്ത് ഒട്ടേറെ വേദികളിൽ ആശാൻ പങ്കെടുക്കുകയുണ്ടായി. കേരളത്തിലെ അറിയപ്പെടുന്ന കലാകാരന്മാർക്ക് ഒപ്പം തന്നെ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ കലാമണ്ഡലം കൃഷ്ണൻ നായർ ആശാനും ചെന്നിത്തല ചെല്ലപ്പൻപിള്ള ആശാനും തുടങ്ങിയുള്ള അക്കാലത്തെ പ്രഗത്ഭന്മാർക്ക് വേണ്ടിയിട്ട് ആശാൻ മേള ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കഥകളി രംഗത്ത് ഇപ്പോഴും ആശാൻ അതിനകത്ത് ഒരു കഥകളിയിലേക്ക് അല്ലെങ്കിൽ ഒരു കഥകളി മേളത്തിന് ഒരു ബാല്യം ഉണ്ട്. അതായത് ഇപ്പോഴും എനിക്ക് കഴിയുമെന്നുള്ള ഒരു കൊട്ടാൻ. ഇപ്പോൾ ഈ ഞാനൊരു കുറഞ്ഞതൊരു 15 വർഷത്തിനപ്പുറമെങ്കിലുമായി കഥകളി മേളം നിർത്തിയിട്ട്.
കഥകളി മേളത്തെ സംബന്ധിച്ചിടത്തോളം അത് തുടർന്ന് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നെങ്കിൽ നമുക്ക് കയറി ധൈര്യമായിട്ട് കൊട്ടാൻ പറ്റും. നമ്മുടെ മനസ്സിൽ നിന്ന് ആ രംഗം, ആ കൊട്ടിൻ്റെ ഒരു ലൈന്, ഇന്ന വേഷം കഴിഞ്ഞാൽ ഇന്നത്, ഇന്ന വേഷം കഴിഞ്ഞാൽ ഇന്നത്, അവിടെ കൊട്ടുന്നത് ഇന്നത്, അവിടെ കൊട്ടി വെക്കുന്നത് ഇന്നത് എന്നൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് ആ ധാരണ പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കയറി കൊട്ടാൻ ധൈര്യം വരത്തില്ല. പക്ഷെ എല്ലാ വർഷവും പിള്ളങ്കര ആറാട്ടിൻ്റെ കഥകളി നോട്ടീസ് ഇപ്പോൾ വെക്കും. നമ്മുടെ കുറച്ചു നേരം കൊട്ടാറുണ്ടല്ലോ. ഞാൻ ചിലപ്പോഴെങ്ങാണൊന്ന് കൊട്ടി, ചിലപ്പോൾ ശ്രീകാന്ത് ആയിരിക്കും, ചിലപ്പോൾ അരിപ്പട്ട മുരളി ഞാൻ പഠിപ്പിച്ചാണല്ലോ, മുരളി ആയിരിക്കും. നമ്മുടെ കഥകളിക്ക് വിളക്ക് വെക്കുന്ന സമയത്ത് ആറാട്ടിനും വിളക്ക് വെച്ചു, ആറാട്ടിനങ്ങോട്ട് പോവാം. അപ്പോൾ അതിൻ്റെ ചടങ്ങും കാര്യമൊക്കെ ഞാനിവിടെ പോയെങ്കിലേ പറ്റത്തുള്ളൂ, ഇവിടെ ഇവരൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് ചിലപ്പോൾ കൊട്ടിയെങ്കിൽ കൊട്ടി, ഇല്ലെങ്കിൽ ഇല്ല. നമ്മുടെ അമ്പലം ഞാൻ അടിസ്ഥാനമായി അവിടെ ഇത് കഥകളിക്ക് കൊട്ടിയിട്ടുള്ള ആളാണ്, എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അമ്പലത്തിലൊരു ഉത്സവത്തിൻ്റെ നോട്ടീസിൽ കഥകളി പ്രോഗ്രാം വരുമ്പം എൻ്റെ പേര് കണിശമായിട്ടും വെക്കും. കാരണം കൊട്ടിയാലും കൊട്ടിയിലും അദ്ദേഹം ഇവിടുത്തെ നേരത്തെ കൊട്ടിയാളാണ് എന്നൊരു ധാരണ ഭരണസമിതിക്ക് എല്ലാവർക്കും മനസ്സിനകത്തുള്ള. അപ്പോൾ ഞാൻ കൊട്ടും. ചിലപ്പോൾ അപ്പുറത്ത് എന്തെങ്കിലും ദക്ഷിണ തരാൻ വിളിച്ചാൽ വാങ്ങിക്കും. ചിലപ്പോൾ കൊട്ടിയില്ല, ചിലപ്പോൾ എനിക്ക് വേണ്ടാതും പറയാറുണ്ട്. അതല്ല, കൊട്ടിയാലും കൊട്ടിയിലും ഇത് ആശാനുള്ള എന്നും പറഞ്ഞ് തരും, ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു വലിയ കഥകളി രംഗത്തെ സംബന്ധിച്ചിടത്തോളം കഥാപാത്രം അറിഞ്ഞു കൊട്ടാൻ കഴിവ് നമുക്കില്ലെങ്കിൽ കുറച്ച് മടിയാണ്. ഈ ഏതെങ്കിലും ഒരു വേദി, അതായത് ഒരു പിന്നെ ഈ നമ്മുടെ കളിയോഗത്തിനോടൊപ്പമോ അല്ലെങ്കിൽ മറ്റൊരു കളിയോഗത്തിനോടൊപ്പം പോയ വിസ്മരിക്കാനാവാത്ത ഒരു കളി, ഇപ്പം കുറുപ്പശ്ശേരി അമ്പലത്തിലെ പറഞ്ഞു, അതേപോലെ തന്നെ ഏതെങ്കിലും വലിയ പാട്ടുകാരോടൊപ്പമോ വേഷക്കാരോടൊപ്പമോ ഒക്കെ നിന്ന് പറഞ്ഞ ഒരു വലിയ അവിസ്മരണീയമായ ഏതെങ്കിലും ഒരു മുഹൂർത്തം ഓർമ്മയുണ്ടോ ആശാന്? ഈ നമ്മളിപ്പോൾ കഥകളി കളിയോഗത്തിൻ്റെ ഏർപ്പാടിലാണ് ഈ മേളക്കാരെ കൂടുതൽ. കളിയോഗത്തിൻ്റെ ഏർപ്പാടിൽ സ്ഥിരമായിട്ട് കളിയോഗത്തിൽ കാണും. കളിയോഗത്തിൽ കൂടാതെ സ്പെഷ്യലായിട്ട് വിളിക്കുന്നത് വലിയ ആളുകളെ നോക്കി വിളിക്കുന്ന കളിയപ്പൊക്കെ എനിക്ക് ചണ്ടയ്ക്ക് ഇനാര് വേണം, മദ്രത്തിൻ്റെ ഒരു വേഷം ഇനാരൊക്കെ ഉണ്ട്. അപ്പോൾ ഗോവിയാസ്ഥാനുണ്ട്, കൃഷ്ണനാരായണസ്ഥാനുണ്ട്. അപ്പോൾ അങ്ങോട്ട് ചെന്ന് ബുക്ക് ചെയ്യാൻ ചെല്ലുമ്പോഴേ തന്നെ പറയും, ആശാന്മാർക്ക് വേഷക്കാർക്ക് ഏറ്റവും പ്രധാനമായി തിരക്കുന്ന ഒരു ഭാഗം പാട്ട്, പിന്നെ മേളം. ഇത് ഇന്നാര് വേണം പാടാൻ, ഇന്നാര് വേണം കൊട്ടാൻ എന്ന് പറഞ്ഞ് കമ്മിറ്റിക്കാരെ അത് റെഡിയാക്കുന്ന ഒരു കാര്യം അതിലുണ്ട്. കാരണം ഇപ്പം ഗോവിയാസാൻ്റെ അടുത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ ആശാൻ ഇരിക്കില്ലേ, ഇന്നാര് വേണം പാട്ട്, ഒന്നീ കോട്ടയം മധു വേണം, ഇല്ലെങ്കിൽ 10 ശങ്കരക്കുട്ടി വേണം, കർണസൗധ, ഇല്ലെങ്കിൽ ഞാൻ വരാൻ ബുദ്ധിമുട്ടാണ് അവിടെ മേളത്തിന്. ഒന്നീ കലാമണ്ഡലം ഉണ്ണികൃഷ്ണദാസ്, അല്ലെങ്കിൽ കൃഷ്ണദാസ് അവൻ എടുത്തു പറയും. കാരണം അവിടെ നമ്മുടെ പേര് അവിടെ വരത്തില്ല. കാരണം അവിടെ വരാനുള്ള ആ സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടില്ല. ഈ ഒരു രണ്ടാം തരം ഒരു കഥകളി യോഗത്തിൽ ഒരു മേളത്തിൻ്റെ രണ്ടാം തരം മുമ്പേ ഞാൻ പറഞ്ഞു സഹായത്തിന്. അല്ല, ചില തിരനോട്ടങ്ങൾ, ആട്ടക്കല, അങ്ങനെ തുടങ്ങിയ ചില കഥകളിയിലെ ചില മുഹൂർത്തങ്ങളുണ്ടല്ലോ, അപ്പോഴൊക്കെ ആ മേളങ്ങൾ പിന്നെ ആശാൻ കൊട്ടിയപ്പോൾ ഒരു പിന്നെ കുറച്ച് മികച്ചത് ആശാൻ്റെ കൊട്ടുകൊണ്ടുകൂടെ ചില തിരനോട്ടങ്ങളും മറ്റ് കഥകളിയിലെ ചില സംഭവങ്ങളും ഒക്കെ നന്നായി എന്ന് തോന്നുന്നുണ്ട്. ആശാൻ്റെ കൂടി സംഭാവനയായിരുന്നു എന്ന് തോന്നുന്ന സന്ദർഭങ്ങളുണ്ടായിരുന്നു. കുഴപ്പം കൊണ്ട് ചിലപ്പം നമ്മൾ എല്ലാം തിരക്കുകൂട്ടം എന്ന് പറഞ്ഞാൽ പല രീതിയിലാണ്. ഇപ്പം കത്തിയുടെ തിരക്കുകൂട്ടം പ്രത്യേകിച്ച്, താഴെയുടെ തിരക്കുകൂട്ടം പ്രത്യേകിച്ച്, ഓരോന്നിനും ഒരു തിരക്കുകൂട്ടമുണ്ട്. കഥാപാത്രത്തിന് തന്നെ ഇപ്പോൾ ദുര്യോധനന്മാർ പറയുന്ന എല്ലാ ദുര്യോധനവും അല്ല, ഇപ്പോൾ കർണസൂതി ദുര്യോധനൻ്റെ സ്വഭാവമല്ല ദുര്യോധനമൊത്തി ദുര്യോധനൻ, അതായിരിക്കത്തില്ല ഉത്തരാസനം പറ്റി ദുര്യോധനൻ. അപ്പോൾ ആ കഥാപാത്രത്തെ അറിഞ്ഞ് ആണ് ആ കൊട്ടിൻ്റെ ഗൗരവങ്ങൾ അവിടെ പോകുന്നത്. അപ്പോൾ നമ്മളെക്കാളും ഉപരിയായിട്ടും കഴിവുള്ള ഒരാളവിടെ സ്റ്റാൻഡേർഡായിട്ട് കൊട്ടാൻ കാണും, നമ്മളതിന് സഹായിയായിട്ട് കൂടുക. ഇവരാരും ഇല്ലാത്തടത്ത് നമ്മൾ ആരുമില്ലെങ്കിൽ പിന്നെ മുമ്പേ പറഞ്ഞ പോലെ നമ്മളും കഴിച്ചു കൂട്ടുക, എന്നാലും പറയാം കഴിച്ചു കൂട്ടുക. അതേപോലെ ഈ കഥകളിക്കൊപ്പം തന്നെ ആശാൻ ഈ ക്ഷേത്രവാദ്യങ്ങൾ, ഇപ്പം ഏതാണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ജീവിച്ചിരിക്കുന്ന ക്ഷേത്രവാദ്യ കലാകാരന്മാരിൽ ഏതാണ്ട് നമ്മളുടെ ഒരു 2-3 താലൂക്കുകൾ, അത് ഈ ഓണാട്ടുകരയുടെ മൊത്തം നോക്കുമ്പോൾ ആശാൻ ആണ്. അതായത് ക്ഷേത്രത്തിലെ പാണി മുതൽ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും, പിന്നെ അതിൻ്റെ തായമ്പ ഉൾപ്പെടെ, അതുപോലെ തന്നെ നമ്മുടെ ഓണാട്ടുകര ശൈലിയിലുള്ള നമ്മുടെ കാരാഴ്മ ശൈലിയിലും രാമപുരം ശൈലിയിലുമുള്ള പറമേളങ്ങൾ, ഇതിലെല്ലാം ആശാനാണ് ഇന്ന് പ്രഗത്ഭൻ. ഏതാണ്ട് ഇപ്പോഴുള്ള കലാകാരന്മാരിൽ ഒട്ടുമിക്കവരും ആശാൻ്റെ ശിഷ്യരാണ്. ഈ ക്ഷേത്രവാദ്യ രംഗത്തേക്ക് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാൻ ഇപ്പോൾ ആശാൻ കൂടുതൽ അതിനകത്താണ് നിൽക്കുന്നത്. കഥകളി രംഗത്തു നിന്ന് കുറച്ചുകൂടെ ചൂട് മാറി ഇതിലേക്ക് മാറാൻ ആശാൻ കുറച്ചുകൂടെ താല്പര്യം കാണിച്ചത് എന്താണ്? ക്ഷേത്രവാദ്യ രംഗത്ത് തന്നെ നിൽക്കാൻ കാര്യം എന്താണ്? കഥകളി അല്ലാതെ ഇപ്പോൾ കഥകളിയുടെ സ്ഥലത്തുനിന്ന് നീങ്ങിയാൽ ക്ഷേത്രത്തിനകത്ത് ഇപ്പോൾ ഒരു കൊടി കയറിയാൽ ഉത്സവം,
കൊടിയേറി ഉത്സവം എന്ന് പറയുമ്പോൾ കൊടിയേറി കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ ശ്രീഭൂതബലി, 2 നേരം ശ്രീഭൂതബലിക്കൊട്ട് പ്രത്യേകം പഠിക്കണം. ശ്രീഭൂതബലി പാണി പ്രത്യേകം പഠിച്ചിട്ട് പാണി കഴിഞ്ഞ് ശ്രീഭൂതബലിക്ക് കൂട്ടുക. ഉത്സവലി എന്ന് പറയുമ്പം ഉത്സവലിക്ക് വിളക്ക് വെച്ചാൽ മരപ്പാണി കൂട്ടുക. മരപ്പാണി അങ്ങോട്ട് കഴിഞ്ഞാൽ തന്ത്രി ദൈവം ഒന്നങ്ങോട്ട് തൂവാൻ അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തൂപ്പുറപ്പാട് അപ്പുറത്തോട്ട് മാറിക്കഴിഞ്ഞാൽ 8 മാത്ര 12 മാത്ര ഇങ്ങനെ മാത്രകൾ പറഞ്ഞ് ആ കൊട്ടുകൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. ഇതെല്ലാം അടിസ്ഥാനമായി പഠിച്ച് എനിക്ക് കൊട്ടാൻ കഴിഞ്ഞു. എൻ്റെ അച്ഛൻ ഇതെല്ലാം ചെയ്യുന്ന ആളായതുകൊണ്ട് അങ്ങനെ ഒരു വാശി മനസ്സിനകത്തുള്ളതുകൊണ്ടാണ് ഇത് പ്രത്യേകമായി പഠിക്കണമെന്നും തോന്നി. ഞാൻ എന്നെ പഠിപ്പിച്ച ക്ഷേത്രകല ചേപ്പാട് അച്യുതപ്പണിക്കർ അച്ഛനെന്ന് അന്ന് ഈ കലാപീഠമൊന്നും വന്നിട്ടില്ല, ക്ഷേത്ര കലാപീഠമൊന്നും അന്നില്ല. നാട്ടിലുള്ള വലിയ ആശാന്മാരെ നമ്മൾ അന്വേഷിച്ച് പിടിച്ചാണ് ഇതൊക്കെ പഠിക്കുന്നത്. അങ്ങനെ ചേപ്പാട് അച്യുതപ്പണിക്കർ അച്ഛൻ്റെ അടുത്ത് ചെന്നു. ഇപ്പോൾ എന്നെ അറിയാം, ഉണ്ണീഷൻ്റെ മോനല്ലയോ, എന്താ ഞാൻ പറഞ്ഞു, എനിക്ക് ഉത്സവലിക്ക് കൂട്ടാനൊന്ന് പഠിക്കണം, പാണി കൂട്ടാനൊക്കെ. അത് നീ എപ്പോഴാണെന്ന് വെച്ചാൽ വന്നാൽ മതി. എന്നെ ആത്മാർത്ഥമായിട്ട് പഠിപ്പിച്ചു, ആത്മാർത്ഥമായിട്ട് എന്നെ കൂട്ടിച്ചു. പാണ്ഡവരാവിലെ അമ്പലത്തിൽ ഒരു 6 ഉത്സവലി ഒരു ഉത്സവത്തിനുണ്ട്. ഈ 6 ഉത്സവത്തിനും അദ്ദേഹം വീക്കെൻഡ് എടുക്കും, ഞാൻ തിമില എടുക്കും, എന്നെ കൊണ്ട് കൊട്ടി. അങ്ങനെ പാണ്ഡവർ കൊട്ടാരത്തിലും പാണ്ഡവരാവ് അമ്പലത്തിലും പുല്ലുളങ്ങര ക്ഷേത്രത്തിലും ഒക്കെ നിന്ന് ഉത്സവലിക്ക് കൊട്ടി നല്ലവണ്ണം ഉറച്ച്. അതുകൊണ്ട് മറ്റൊരാളെ പഠിപ്പിക്കാനും നമുക്കുള്ള കൊണ്ട് കഴിയും. കാരണം നമ്മൾ പഠിച്ച് കുട്ടി ഉറച്ചിരിക്കുന്നതായതുകൊണ്ട്. പഠിച്ച് കൂട്ടി ഉറയ്ക്കാത്ത ഒരു കാര്യം ഒരാളെ പഠിപ്പിക്കാനൊന്നും പറ്റത്തില്ല. ആശാൻ ഇപ്പോൾ ഈ രംഗത്ത് എത്ര ശിഷ്യരുണ്ടെന്ന് അറിയാമോ? എത്ര ശിഷ്യരെ പഠിപ്പിച്ചിട്ടുണ്ട്? എത്ര പേർക്ക്? ഇപ്പം നാട്ടിലിപ്പം നമ്മുടെ ഇപ്പം അന്നിപ്പോൾ അവിടെ കണ്ടില്ലേ, കണ്ടല്ലോ ഗോകുല് ഞങ്ങളുടെ അവനെ ആദ്യമായിട്ട് ഞാൻ ചണ്ടുകൂട്ട് കൂടി കാർത്തിപ്പള്ളി ശ്രീകുമാർ കൃഷ്ണപ്പണിക്കുള്ള ശ്രീകുമാർ, മുതുകുളം ശ്രീകുമാർ, അരിപ്പാട് മുരളി, അയാൾ കഥകളി മേളക്കാരനും കൂടായി. പിന്നെ എൻ്റെ മക്കൾ 3 പേര്, രാജേഷ്. ഈ മക്കള് പിന്നെ ഇതിനകത്ത് ആശാനിപ്പം മക്കൾ എത്ര പേരാണ്? മക്കൾ 3 പേര്, 3 ആൺപിള്ളേരാണ്. ഇവർക്ക് 3 പേരെയും ആശാൻ ഇത് പഠിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഈ 3 പേരിൽ നിന്ന് കൊട്ടുന്ന മുഴുവനും ക്ഷേത്രത്തിൽ കൊട്ടുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പഠിപ്പിച്ചതാണ്. ഉത്സവലിക്കും ശിവലിക്കും ശ്രീവലിക്കും മറ്റു മേളങ്ങളും കേളി കൊട്ടുന്നതും എല്ലാം മക്കളെ ഞാൻ പഠിപ്പിച്ചതാണ്. 3 മക്കളെയും ക്ഷേത്രത്തിലെ ഉത്സവലി കാര്യങ്ങളെല്ലാം കൊട്ടാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അവർ 3 പേരും കൂട്ടും. പിന്നെ നാട്ടിലെ ഒരുപാട് ഇപ്പോൾ ആൾക്കാരുണ്ടല്ലോ. എങ്കിലും നമ്മുടെ ആവശ്യത്തിന് എനിക്കറിയാവുന്ന ജോലികൾ കഥകളിക്കൊട്ടൊഴിച്ച് ബാക്കിയെല്ലാം എൻ്റെ മക്കളെ പഠിപ്പിച്ചിട്ടുണ്ട്. കഥകളിക്കൊട്ട് പഠിപ്പിക്കണമെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ അതിന് ചൊല്ലിയാട്ടം, അതിന് മദ്ദളം വേണം, അതിന് പാട്ട് വേണം, അതിന് വേഷക്കാർ വേണം, ഇതിൻ്റെ റിഹേഴ്സലും കാര്യമൊക്കെ വേണം. അങ്ങനെ കഥകളി മേളം പഠിക്കണമെങ്കിൽ അതിനൊരു സ്ഥാപനത്തിലേ പഠിക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഒരു കുടുംബത്തിലൊരാൾ പഠിപ്പിച്ചാൽ ഒരുപാട് സാമ്പത്തിക ചെലവുകളാണ്. അവരെയൊക്കെ വിളിച്ചു വരുത്തി അവരെയെല്ലാം പിരിച്ചുവിടുണ്ടായി. ഒരു കളരി പഠിപ്പിക്കുമ്പം എല്ലാം അവിടെ ഉണ്ട്. കളരി എന്ന് പറഞ്ഞാൽ ഒരുപാട് കളരികളുണ്ട് കേരളത്തിൽ. കേരള കലാമണ്ഡലം എന്ന് പറഞ്ഞാൽ അതിന് അപ്പുറത്തൊരു മണ്ഡലം വേറെ ഇല്ല. അവിടെ പഠിക്കുന്ന ഏത് കുട്ടി അടിസ്ഥാനമായി പഠിക്കുന്ന, അതിന് അവർ കുട്ടിയെ പഠിച്ചു ഇറങ്ങിക്കഴിഞ്ഞാൽ പഠിപ്പിക്കാനോ ആ സ്ഥാപനത്തിൽ നാളെ ഒരു അധ്യാപകനായിട്ട് പഠിപ്പിക്കാനോ ഒക്കെ ഉള്ള കഴിവ് അവിടെ കിട്ടും. ആശാന്റെ മക്കളിൽ ഇപ്പം ഈ രംഗത്ത് നിൽക്കുന്ന ആരാണ്? ഈ കഥകളി രംഗത്ത് കൂടുതൽ നിൽക്കുന്ന 2ാമത്തെ മോനെ പുല്ലുളങ്ങര ക്ഷേത്രത്തിലെ അയ്യപ്പൻ്റെ കാര്യങ്ങളും ഉത്തരവാദിത്വമെല്ലാം കൂടുതൽ നടത്തുന്നത് മോൻ്റെ കൂടെ ഞാൻ നിൽക്കുന്നു, എൻ്റെ കൂടെ മോൻ നിൽക്കുന്നു. പിന്നെ പട്ടാളം മൂത്താൾ നാട്ടിൽ വന്നാൽ കൂടെ എല്ലാത്തിനും കൊട്ടാനുണ്ട്. രമേശ് ദേവസ്വം കൂടി ജോലിയല്ലോ, ഏറ്റവും ഇളയാള് രമേശ്. അതും വാദ്യരംഗത്ത് തന്നെയല്ലേ? ദേവസ്വം ബോർഡിൽ വാദ്യരംഗത്ത് തന്നെയല്ലേ? വാദ്യരംഗത്ത് അവിടെ ഈ എല്ലാം കൂടെ ഈ വാച്ചറും എല്ലാം കൂടെ ഒരാളായി ചെറിയ മൈനർ ക്ഷേത്രമല്ലോ. അപ്പോൾ അതുകൊണ്ട് അയാൾക്ക് അവിടെ ഒരു 11 മണി വരെ ഉത്തരവാദിത്വമുണ്ട്. പകരം ആളുടെയെങ്കിലും നിർത്താൻ കിട്ടിയില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഇടയ്ക്കൂടെ വന്ന് അത്യാവശ്യ കാര്യത്തിനെല്ലാം പങ്കെടുക്കുന്ന കാര്യമെല്ലാം ഇവർക്ക് 3 പേർക്കും ഉത്തരവാദിത്തമായിട്ട് ഒറ്റയ്ക്ക് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇപ്പോൾ ഒരു വിളക്ക് വെച്ച് ഉത്സവലിക്ക് പാണി കൂട്ടി ഇങ്ങോട്ട് മാറി ഉത്സവലിക്ക് തോന്നാൻ തുടങ്ങിയാൽ അത് തിരിച്ചകത്ത് കളിക്കുന്നത് വരെ ഓരോ കല്ലിൻ്റെ അവിടെ തൂവുന്നതിന് ഓരോരോ കുട്ടികളാണ്. അത് പ്രത്യേകമായിട്ട് പഠിച്ചിട്ടുണ്ട്. അവരൊക്കെ അത് ചെയ്യും. അങ്ങനെ ഒരു ധൈര്യം എനിക്ക് പ്രത്യേകമായിട്ടുണ്ട്. മക്കളൊക്കെ അത് ചെയ്യുമല്ലോ. അതുകൊണ്ടല്ലോ ഞാൻ ഈ പ്രായത്തിലും ധൈര്യത്തിൽ നിൽക്കുന്നത് എന്താ, മക്കൾ കൂടെ ഉണ്ട്. ഇപ്പം ഈ പ്രായത്തിൽ ഒരു കഥകളിയുടെ മേളത്തിന് ആശാൻ അവസരം കിട്ടിയാൽ ഏത് കഥയാകാനാണ് ഇഷ്ടം? ആരുടെ കൂടെ കൊട്ടാനായിരിക്കും ഇഷ്ടം? അങ്ങനെ കഥകളി സംബന്ധിച്ച് വേഷക്കാരെ തെക്കും വടക്കും ചിട്ടകളുണ്ട്. മാങ്കുളം തിരുമേനിയുടെ ചിട്ടയിൽ ആയിരിക്കത്തില്ല അരിപ്പാട്ട് രാമകൃഷ്ണപിള്ള. അരിപ്പാട്ട് രാമകൃഷ്ണപിള്ള ആശാനൊക്കെ കുറച്ചൊരു വ്യത്യാസം കാണും ചെന്നത്തല ചെല്ലപ്പം പോള.
അപ്പോൾ തെക്കോട്ട് വരുന്ന ഒരു വടക്കൂന്ന് വരുന്ന ഒരു മേളക്കാർക്ക് പാട്ടുകാർക്ക് തെക്കോട്ടുള്ള വേഷക്കാരുടെ കൂടെ കൂടാൻ ശകലം ബുദ്ധിമുട്ടുകളുണ്ട്. അത് അദ്ദേഹത്തിനറിയാം, ഞാൻ പറയാം. ഇപ്പോൾ പതിഞ്ഞ കാലം വടക്കോട്ടേ ഉള്ളൂ, തെക്കോട്ട് വരുമ്പോൾ എല്ലാം രണ്ടാം കാലമായി, ഇടമട്ട്. അപ്പോൾ അത് ആ വേഷക്കാരൻ്റെ ശൈലിയിൽ കൊട്ടാനുള്ള വശങ്ങൾ പഠിച്ചു നോക്കണം. ആ വശം മുഴുവനുള്ളത് വാരണാസി തിരുമേനിക്കേ ഉള്ളായിരുന്നു. തീർത്ത് പറയുന്ന വടക്കുനിന്നൊരാൾ വന്നാലും തെക്കുനിന്നൊരാൾ വന്നാലും അദ്ദേഹത്തിനുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പം അദ്ദേഹമായിട്ട് ആ വേഷത്തെപ്പറ്റി ഒന്ന് കൂടി സംസാരിച്ച് ആ കഥാപാത്രത്തിൻ്റെ രീതികൾ ഒന്ന് മനസ്സിലാക്കി വെച്ചുകൊണ്ടാണ് രംഗത്തോട്ട് കൊട്ടാൻ പോകുന്നത്. അപ്പോൾ ഈ കൊട്ടാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ വേഷക്കാരനും ഇഷ്ടപ്പെട്ടു. എന്നോട് നേരത്തെ എല്ലാം ചോദിച്ചു, കുഴപ്പമൊന്നുമില്ല. ഇന്നലത്തെ അനുമാൻ തന്നെ ആണെങ്കിൽ ഇന്ന് ഒന്നുകൂടെ ചോദിക്കും, എങ്ങനെയൊക്കെയാണ്. ഇപ്പം കളിയൊക്കെ കാണാറുണ്ടോ? കഥകളിക്കൊക്കെ നമ്മുടെ ഇവിടെയൊക്കെ കുറവാണ്. ഇപ്പോഴത്തെ കഥകളി എന്ന് പറഞ്ഞാൽ നമ്മൾ നടന്ന കാലത്ത് 3 കഥയെങ്കിലും കാണും. 9 മണിക്ക് വിളക്ക് വെച്ചാൽ രാവിലെ 6-6:30 വരെ കഥകളിയാണ്. ഇതാകെ ഒരു കഥ കാണത്തുള്ളൂ. മേളപ്പതും ഒന്നും കാണത്തില്ല. ഈ കൊട്ടു പഠിച്ചിരിക്കുന്നവർക്ക് മേളപ്പദം കൊട്ടാൻ വിഷമിച്ച് നടക്കുക. ശ്രീകാന്തൊക്കെ മേളപ്പദം കൊട്ടാൻ വിഷമിച്ചിരിക്കുന്നത്. അതിന് അവസരം വേണ്ട. മാവേലിക്കരയും കാണാൻ ചിലപ്പോൾ ഒരു ദിവസം കാണും. മേളപ്പദമില്ല. പിള്ളേരങ്ങനെ തന്നെ ഒരു കഥ. കഥകളിക്ക് വിളക്ക് വെച്ചു, ആറാട്ടിന് വിളക്ക് വെച്ചു. നമ്മൾ കൊടി വെള്ളം തിരിച്ചു വരുമ്പോഴത്തേക്ക് കഥകളി കഴിഞ്ഞു. മേളപ്പദമൊന്നുമില്ല. പുറപ്പാട് കൂട്ടി കഥയിലേക്ക് കഴിഞ്ഞു. ഒന്നീ ദശയായിരിക്കില്ല, 1-ാം ദിവസമായിരിക്കും, ഇല്ലേ ഈ ഉത്തരാസ്വാമം വരെ ഒറ്റ കഥ. പണ്ടതല്ല ഒരു 3 കഥയെങ്കിലും വെക്കും. നമ്മൾ കണ്ടിട്ടുള്ളതിൽ അത് മേളപ്പദം, പുറപ്പാട് മേളപ്പദം, ഡബിള് മേളപ്പദം കറക്റ്റായിട്ടുള്ളതേ. ചടത്ത് ത്രിപിള് മേളപ്പദം. ഏവൂരമ്പലത്തിലേക്ക് ഞാനും ഭരണ തിരുമേനിയും മൂസും കൂടെ ത്രിപിള് മേളപ്പദം കൂട്ടിയിട്ടുണ്ട്. സർമ്മ മത്തളം, കൂട്ടപ്പനാരിയേട്ടൻ മത്തളം, അനിയൻ തിരുമേനി മത്തളം. ആശാൻ്റെ കുടുംബത്തെക്കുറിച്ചൊന്ന് പറയാമോ? ഇപ്പം ആരൊക്കെയാണ് കുടുംബം? കുടുംബത്തിലിപ്പം എൻ്റെ കുടുംബം എന്ന് പറയുന്നത് പാരമ്പര്യമായിട്ട് തന്നെ ഒരു 4ാമത്തെ തലമുറയിലും കലാകാരന്മാരാണ്. എൻ്റെ അപ്പൂപ്പൻ, എൻ്റെ അച്ഛൻ, ഞാൻ, എൻ്റെ മക്കൾ, ഇപ്പോൾ കൊച്ചുമക്കളെ കൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. കൊച്ചുമക്കൾക്കും ഇത് താല്പര്യമുണ്ടോ? ആ കൊച്ചുമക്കൾക്ക് ഞാൻ കഴിഞ്ഞാണ്ട് ഇവരെ രണ്ടുപേരെ നവരാത്രിക്ക് അമ്പലത്തിൽ കിളി പൊട്ടിച്ചില്ലയോ, രാജേഷിൻ്റെ മോനെയും ഇട്ടിരിക്കുന്നു. ഇവരെ രണ്ടുപേരും കൂടെ കഴിഞ്ഞാണ്ട് നവരാത്രിക്ക് ഞാൻ കേളി പൊട്ടിച്ചില്ലയോ. അപ്പോൾ എൻ്റെ ആഗ്രഹം തിരുമേനി തന്ന കൊട്ട് അത് ഇവിടെ ഏത് സമയത്തും ആർക്കും കൊടുക്കാം. കാരണം ഇപ്പോൾ തന്നെ വിശ്വൻ്റെ മോനെ കലാമണ്ഡലത്തിൽ പഠിക്കുന്നു, ബിദു വിശ്വനാഥൻ സാറ്. അച്ഛൻ അറിയത്തില്ലയോ, കലാമണ്ഡലത്തിൽ പഠിക്കുക, അവരിപ്പോൾ MA. അപ്പോൾ ഞാൻ അവനെ കേളുകൂട്ട് പഠിപ്പിച്ചു, കലാമണ്ഡലത്തിൽ അപേക്ഷിച്ചു, അയാളെയൊക്കെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഇൻ്റർവ്യൂവിന് ഫസ്റ്റ് കിട്ടി. അല്ലാതെ നിന്നെ കൊട്ടു പഠിപ്പിച്ച് ഉള്ള ആശാന്മാർ ഗിരിക്കാട് പുരുഷോത്തം പണിക്കൽ, വാരണാസിയുടെ ശിഷ്യനാ എന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണൻകുട്ടി പൊതുവാള ആശാൻ്റെ കൊട്ടയാണ് വാരണാസി തിരുമേനിയുടെ കയ്യിൽ ഇരിക്കുന്നത്. ആ തിരുമേനി എന്നെ പഠിപ്പിച്ചു. അപ്പോൾ ആ കേളിമോ അവിടെ അല്ലെന്ന് പറയാനും അത് ശരിയോ തെറ്റോ എന്ന് ആരും പറഞ്ഞില്ല. അവന് 100-101% മാർക്ക് കൂടി എടുത്തു. അത് അയാൾ ഓർത്താൽ മതി, കാരണക്കാരൻ ഞാനാണ്. എന്നോട് ഒരു കാര്യം തിരുമേനി പറഞ്ഞിട്ടുള്ളൂ, ഓർമ്മ വേണം. വാരണാസി തിരുമേനി പഠിപ്പിച്ചിരിക്കുന്ന എന്തുവാ, ഓർമ്മ വേണം. അല്ല, കുടുംബം എന്ന് പറയുമ്പോൾ ഭാര്യ, മക്കൾ, ഭാര്യയുടെ കുടുംബത്തിൽ തന്നെ മേളമായിരുന്നു. ഭാര്യയുടെ പേരെന്താ? സാവിത്രി. എൻ്റെ ഭാര്യയുടെ പേര് സാവിത്രി. എൻ്റെ മൂത്ത മകൻ രാജേഷ്, 2ാമത്തെ മകൻ രതീഷ്, 3ാമത്തെ മകൻ രമേശ്, 3 മരുമക്കൾ, ഒന്ന് യമുന, സന്ധ്യ, വന്ദന. അവരൊക്കെ ഞങ്ങൾ 3 പേരും 3 സ്ഥലത്താണ് താമസം. ഞാൻ ഒന്നുമില്ല, വളരെ വിഷമിച്ച് ജീവിച്ച ആളാണെങ്കിലും ഒരു ചെണ്ട കൂട്ടി എൻ്റെ മക്കളെ ഒക്കുന്ന രീതിയിലൊക്കെ എത്തിച്ച് അവർക്ക് ഒക്കുന്ന രീതി കിടക്കാൻ സൗകര്യം വരെ ഞാൻ ഉണ്ടാക്കി കൊടുത്തു. കാരണം വാരണാസി തിരുമേനി എൻ്റെ ഇടയ്ക്കൊന്ന് പറഞ്ഞിട്ടുണ്ട്, ചെണ്ട കൂട്ടിക്കഴിഞ്ഞാൽ ആ കള്ളു കുടിക്കാനേ തികയത്തില്ല, പിന്നെ നീ ഇതൊക്കെ ഉണ്ടാക്കുന്നത് അതിൻ്റെ അനുഗ്രഹമാണെന്ന് എൻ്റെ ഇടയ്ക്ക് എപ്പോഴും പറയും. ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട്. ഈ കൊച്ചുമക്കൾ ഇപ്പോൾ 2 പേര് വന്നില്ലേ? 2 പേര് ഇപ്പോൾ ഈ പഠിച്ച അവരുടെ പേരെന്താ? അവരുടെ കൊച്ചുമോൻ്റെ മൂത്ത മോൻ്റെ പേര് ഞങ്ങളിവിടെ കണ്ണാന്ന് വിളിക്കുന്നത് അനന്തകൃഷ്ണൻ. മറ്റേത് എന്നെ നമ്മളിവിടെ ഉണ്ണി എന്ന് വിളിക്കുന്നെങ്കിലും അർജുൻ. അപ്പോൾ അനന്തകൃഷ്ണനും അർജുനും ആശാന്റെ 3ാം തലമുറ ചെണ്ട രംഗത്തേക്ക് വരികയാണ്. മക്കളെ അവരും കഥകളി ചെണ്ട പഠിച്ച് ഒരു പ്രഗത്ഭ കലാകാരന്മാരാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.